ഹായ് എവ്രിവൺ, ലാംഗ്വേജ് ലേണിംഗ് സെന്ററിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ഈസിയായി പഠിക്കാനുള്ള സിമ്പിൾ മെത്തേഡ്സ് ആയിരിക്കും ഞാൻ വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലേ ഒരുമിച്ച് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മള് ഡെയിലി ലൈഫിൽ ഒരുപാട് സിറ്റുവേഷനിൽ വെരി എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് പറയാറുണ്ട്. I am very tired, I am very hungry, I am very happy. ഈ വെരി എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് ബോർ അടിക്കുന്നില്ലേ? പകരം നമുക്ക് കുറച്ച് പുതിയ വേർഡ്സ് പരിചയപ്പെട്ടാലോ? ഓക്കെ, കം ഓൺ. I am very hungry. I am very hungry. I am starving എന്ന് പറയാം. I am starving. I am very tired. എന്ത് പറയാം പകരം? I am very tired എന്നതിന് പകരം I am exhausted. I am sad. I am not in a good mood. I am sad. I am depressed. I am happy. എങ്ങനെ പറയാം? I am excited. I am thrilled എന്നൊക്കെ പറയാം. I am surprised. I am very surprised. അതിന് പകരം എങ്ങനെ പറയാം? I am very surprised ന് പകരം I am stunned. Stunned. It is very small. എന്തെങ്കിലും ഒരു വസ്തുവോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും നമ്മൾ കാണുന്ന ഒരു സാധനം നമ്മൾ വളരെ ചെറുതാണെന്ന് പറയാറില്ല. ഇറ്റ്സ് വെരി സ്മോൾ. ഇറ്റ് ഇസ് ടൈനി. അതേപോലെ ഇറ്റ് ഇസ് വെരി ബിഗ്. അതിന് പകരം നമുക്ക് പറയാം ഇറ്റ് ഇസ് ഇനോർമസ്. ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു സിനിമയൊക്കെ കണ്ടു പറയില്ലേ, നമ്മള് റിവ്യൂ പറയില്ലേ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അതിന് പകരം ഇറ്റ് ഇസ് ഗ്രിപ്പിംഗ് എന്ന് പറയാം. പിന്നെ ആരെങ്കിലും നമ്മൾ കാണുമ്പോൾ, നല്ല ഭംഗിയുള്ള ആളുകളൊക്കെ കാണുമ്പോൾ ഷീസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ പറയാറുണ്ട്. വെരി ബ്യൂട്ടിഫുൾ. അതിന് പകരം ഷീസ് ഗോർജിയസ്, ഷീസ് സ്റ്റണ്ണിങ് എന്നൊക്കെ പറയും. അപ്പോ ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? യൂസ്ഫുൾ അല്ലേ? വെരി എന്നതിന് പകരം നമുക്ക് പല പകരം വേർഡുകളും യൂസ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി ലേണിംഗ്. ബൈ.